ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഇന്ന് വിധി പറഞ്ഞു. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയ കേഡൽ ജെൻസൺ രാജയാണ് കേസിലെ ഏക പ്രതി. 2 തവണ വിധി പറയുന്നത് മാറ്റിവെച്ചതിന് ശേഷമാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറഞ്ഞത്. ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ കേഡലിന് മാനസിക പ്രശ്നമുണ്ടെന്ന വാദമാണ് പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ച വാദം. 2017 ഏപ്രിൽ 9-നാണ് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കേഡൽ ജെൻസൺ രാജ കൊലപ്പെടുത്തിയത്. അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോലിൻ, ബന്ധുവായ ലളിത എന്നിവരെ ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ വെച്ചാണ് കേഡൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് കേഡൽ തിരികെ എത്തിയത്. കേഡൽ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. 10 വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു. ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത്. നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിലെ അംഗമായ കേഡൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തിപ്പെട്ടുവെന്നത് പോലീസിനെ കുഴക്കിയിരുന്നു. അന്വേഷണത്തിൽ കേഡൽ അല്ലാതെ മറ്റൊരാളിന്റെ ഇടപെടൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേഡൽ മാത്രമാണ് കേസിലെ പ്രതി. സംഭവത്തിന് ശേഷം നന്ദൻകോട്ടുള്ള വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. നേരത്തെ പ്രതിക്ക് വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതിനാൽ കേസിൽ തുടർ നടപടികൾക്കായി വൈകിയിരുന്നു. സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡലിനെ മിക്ക സമയത്തും ഒറ്റയ്ക്കായിരുന്നു ജയിലിൽ പാർപ്പിച്ചിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്നൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കാറില്ലായിരുന്നു. ഇടയ്ക്ക് ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെട്ടിരുന്നു. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ അറസ്റ്റിലായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ച കേഡലിന്റെ ജയിലിലെ പെരുമാറ്റവും അടിമുടി വിചിത്രമായിരുന്നു. ജയിൽവാസത്തിനിടെ കേഡൽ സഹതടവുകാരനെ ആക്രമിച്ച സംഭവം ഉണ്ടായി. ഇതോടെ ജയിലിലെ സെല്ലിൽ ഒറ്റയ്ക്കായിരുന്നു കേഡലിന്റെ വാസം. ഇതിനിടെ വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതോടെ കൂട്ടക്കൊലക്കേസിലെ വിചാരണ ആരംഭിക്കാനും ഏറെ നാൾ വൈകിയിരുന്നു. ജയിലിൽ കളിയും ചിരിയുമായി കഴിഞ്ഞിരുന്ന കേഡൽ ആദ്യ നാളുകളിൽ ജയിൽ ജീവനക്കാർക്കും അത്ഭുതമായിരുന്നു. ജയിലിൽ വെച്ച് താൻ മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്നായിരുന്നു കേഡലിന്റെ അവകാശവാദം. 10 വർഷത്തിലേറെ ആസ്ട്രൽ പ്രൊജക്ഷനും സാത്താൻ സേവയും പരിശീലിച്ച തനിക്ക് ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുമെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. പലപ്പോഴും കേഡലിന്റെ വിചിത്രമായ അവകാശവാദങ്ങളും പെരുമാറ്റവും ജയിൽ ജീവനക്കാരെ അമ്പരപ്പിച്ചു. കഴിഞ്ഞ നവംബറിലാണ് നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ വിചാരണ ആരംഭിച്ചത്. പ്രതി മാനസികാരോഗ്യം വീണ്ടെടുത്തതായി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെയാണ് വിചാരണ ആരംഭിച്ചത്. കേസിന്റെ വിചാരണയ്ക്കിടെ കേഡൽ കുറ്റം നിഷേധിച്ചിരുന്നു. തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു ഇയാൾ കോടതിയിൽ വാദിച്ചത്. എന്തായാലും കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിരുന്നത്. കേഡലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. കൊലപാതകം നടന്ന 8 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. 2017 ഏപ്രിൽ 5-നാണ് പ്രതി കുടുംബാംഗങ്ങളായ 4 പേരെ കൊലപ്പെടുത്തിയത്. 2017 ഏപ്രിൽ 5 ഉച്ചയ്ക്ക് മുൻപ് താൻ ഉണ്ടാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മ ജീൻ പത്മയെ മുകളിലുള്ള റൂമിലേക്ക് എത്തിച്ചായിരുന്നു കൊലപാതകം. കമ്പ്യൂട്ടറിന് മുന്നിൽ കസേരയിൽ ഇരുത്തി പിന്നിൽ നിന്നും മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് വൈകുന്നേരത്തിന് മുൻപ് തന്നെ ഇതേ രീതിയിൽ അച്ഛൻ രാജ തങ്കത്തെയും സഹോദരി കരോലിനെയും പ്രതി കൊലപ്പെടുത്തി. പിന്നീട് ഈ മൃതദേഹങ്ങൾ ബെഡ്റൂമിൽ സൂക്ഷിച്ചു. അടുത്ത ദിവസം ബന്ധുവായ ലളിതയെയും സമാന രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. 7-ാം തീയതി രാത്രി മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ആദ്യ ശ്രമം നടത്തി. എന്നാൽ ഇതിനിടയിൽ കേഡലിന്റെ കൈക്ക് പൊള്ളലേറ്റു. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധു ജോസിനും വീട്ടുജോലിക്കെത്തുന്ന സ്ത്രീക്കും ചില സംശയങ്ങൾ തോന്നിയെങ്കിലും ഇവരോടൊക്കെ നുണകൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞുമാറി. 8-ാം തീയതി രാത്രി മൃതദേഹം കത്തിക്കാൻ വീണ്ടും ശ്രമിച്ചതോടെ തീ മുറിയിലേക്ക് പടർന്നു. ഇങ്ങനെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. കേഡലിനെ 2 പ്രാവശ്യം വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരുന്നു. എന്നാൽ പഠനം പൂർത്തിയാകാതെ തിരിച്ചെത്തിയതിനെ തുടർന്ന് തുടർച്ചയായി വഴക്കു പറഞ്ഞതിലെ ദേഷ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും പറയുന്നു. കൊലപാതകം നടപ്പാക്കുന്നതിന് മുമ്പ് വിവിധ കൂട്ടക്കൊലകളെക്കുറിച്ച് ഇയാൾ ഗൂഗിളിൽ സെർച്ച് നടത്തിയിരുന്നു. ഓൺലൈനിലൂടെ വാങ്ങിയ കോടാലി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നും പറയുന്നുണ്ട്. എന്നാൽ നന്ദൻകോട്ട് കുടുംബാംഗങ്ങളായ 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 15 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതിക്കെതിരെ കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, വീട് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്ന് കോടതി വിധിച്ചു. 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് കേസ് പരിഗണിച്ചത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. ജീവപര്യന്തം തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി 8 വർഷം അധിക തടവും കേഡൽ അനുഭവിക്കണം. കൊലപാതകത്തിനും മറ്റു കുറ്റങ്ങൾക്കുമെല്ലാമായിട്ടാണ്
15 ലക്ഷം രൂപ പിഴ. ഇത് അമ്മാവൻ ജോസ് സുന്ദരത്തിനാണ് നൽകേണ്ടത്. പിന്നീട് മൊഴിമാറ്റിയ കേഡൽ +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ച നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നും പറഞ്ഞു. മനഃശാസ്ത്രജ്ഞർ കേഡലിന് സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗമാണെന്ന് ആദ്യം കണ്ടെത്തിയിരുന്നു. വീട്ടുകാരെ കൊലപ്പെടുത്തിയതിനു ശേഷവും വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് കാണിക്കാൻ മിക്കവാറും 5 പേർക്കുള്ള ഭക്ഷണം സ്ഥിരമായി വാങ്ങിയിരുന്നു. 3 ദിവസം മൃതദേഹത്തിന് കാവലിരുന്ന കേഡൽ 3-ാം ദിവസം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം ചെന്നൈയിലേക്ക് കടന്നു കളഞ്ഞു. പോകുന്നതിന് മുൻപ് തന്റെ ആകൃതിയിലുള്ള ഡമ്മി ഉണ്ടാക്കി അതും കത്തിച്ച് താനും കൊലപ്പെട്ടതായി പൊതുധാരണ ഉണ്ടാക്കാനും ശ്രമിച്ചു. പൊതുവെ അന്തർമുഖനായ കേഡലിനെ കുറിച്ച് ഒരു വിവരവും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയില്ലായിരുന്നു. എന്തായാലും കേസിന് ഇന്ന് വിരാമമായി.